ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വിമാനം തകർന്നു വീണ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ പരിസരത്ത് നിന്ന് മാത്രം കണ്ടെത്തിയത് 21 മൃതദേഹങ്ങളാണ്. ഇതിൽ 9 പേർ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവരാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകാൻ ചേരുന്നു. അർജുൻ, 21 മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ അത് ഏറെയും ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട ആളുകളുടേത് തന്നെയെന്ന് മനസ്സിലാക്കാം, അല്ലേ? ഇനിയും എത്ര പേരുടെ കണ്ടെത്താനുണ്ട്? ഇപ്പോൾ അവിടെ NDRF സംഘം പരിശോധന തുടരുന്നുവെന്ന് പറഞ്ഞിരുന്നു. കൂടുതൽ എന്തെങ്കിലും മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ? മൃതദേഹ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ നിന്നും ലഭിക്കുന്നുണ്ട് എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. നമുക്ക് അതിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് അനുമതിയില്ല, വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷേ NDRFിൻ്റെ പരിശോധന അവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്, ഒപ്പം തന്നെ ആളുകളെ കണ്ടെത്താനുണ്ട് എന്നുള്ള പരാതിയെ തുടർന്ന് തന്നെയാണ് NDRF ഇപ്പോഴും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വിമാനത്തിന് അകത്ത് അല്ലാതെ മറ്റ് എത്ര പേര് മരിച്ചു എന്നുള്ള കണക്കിനെ സംബന്ധിച്ചാണ് ആശയക്കുഴപ്പം ഉണ്ടായിരുന്നത്. ഇതിൽ ഇപ്പോൾ ആശുപത്രി അധികൃതരാണ് ഒരു കണക്കിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. 21 മൃതദേഹങ്ങൾ ഈ ഹോസ്റ്റൽ കോമ്പൗണ്ടിൽ നിന്ന് കണ്ടെത്തും. അതിൽ 9 ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവരാണ്. അതായത് ഈ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് എന്ന കാര്യം നമുക്ക് അനുമാനിക്കാം. ആ 9 പേരും ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവരാണ്. അതുപോലെ തന്നെ ബാക്കി 12 മൃതശരീരങ്ങൾ കൂടി അത് ആ പരിസരത്തുണ്ടായിരുന്ന, നേരത്തെ ഞാൻ വ്യക്തമാക്കിയ പോലെ ചായക്കട നടത്തുന്നതും അതുപോലെ തന്നെ അവിടെ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ വഴിയിലൂടെ സഞ്ചരിച്ചവരുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം തന്നെ ഈ അവശിഷ്ടങ്ങൾ വന്ന് പതിച്ച് മരണം സംഭവിച്ചവരുടെ മൃതദേഹങ്ങളാണ് ബാക്കി 12 എണ്ണം അവിടെ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. ഇനിയും ആളുകളെ കാണാനില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. അതിനിടയിൽ തന്നെ ഈ മൃതശരീര അവശിഷ്ടങ്ങൾ അതിനിടയിൽ നിന്നും ഈ കൈപ്പത്തിയും അതുപോലെ വിരലുകളും എല്ലാം തന്നെ കണ്ടെത്തിയ സംഭവങ്ങളുണ്ട്. അതിൻ്റെ കൂടി കാര്യങ്ങൾ പരിഗണിച്ചാണ് ഇപ്പോൾ കൂടുതൽ പരിശോധന നടക്കുന്നത്. ഒപ്പം ആശ്വാസകരമെന്ന് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, പരിക്കേറ്റ് ചികിത്സയിലുള്ള 20 മെഡിക്കൽ വിദ്യാർത്ഥികളിൽ 12 പേർ ഇപ്പോൾ ഡിസ്ചാർജായി പോയിട്ടുമുണ്ട് എന്നുള്ള വിവരം തന്നെ ലഭിക്കുന്നുണ്ട്. അതായത് ഈ പരിക്കേറ്റവരുടെ പലരെയും ആ നില ഗുരുതരമായിരുന്നില്ല, തൃപ്തികരമായിരുന്നു. അതിൽ അവർ ഭേദപ്പെട്ട് വരുന്നുണ്ട്. അതിൽ 12 പേർ ഇപ്പോൾ ഡിസ്ചാർജും ആയിരിക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിവരം കൂടി ആശുപത്രി അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. മറ്റൊന്ന് DNA പരിശോധനയെ സംബന്ധിച്ച് തന്നെയാണ്. അല്പം മുമ്പൊരു യോഗം ഈ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഹർഷ് സിംഗ്വിയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. അതിൽ ഈ പരിശോധനയുടെ വേഗത, അതിൻ്റെ മറ്റ് കാര്യങ്ങൾ, എത്ര പെട്ടെന്ന് മൃതശരീരങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അവലോകനം ചെയ്യാനാണ് ഈ യോഗം ചേർന്നത്. ആ യോഗത്തിൽ ചില കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. അതായത് എന്തായാലും 72 മണിക്കൂറിനടുത്ത് തന്നെ ഈ മൃതശരീരങ്ങൾ ഓരോന്നും വിട്ടു നൽകാനായിട്ട് സമയമെടുക്കും എന്നുള്ള ഒരു കാര്യം ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നു. അതായത് വിമാനത്തിനകത്തുള്ള ആരുടെയും മൃതശരീരങ്ങൾ ഇപ്പോഴും വിട്ടു നൽകിയിട്ടില്ല. ഇതുവരെയും വിട്ടു നൽകിയത് ഈ പരിസരത്തുണ്ടായിരുന്നവരാണ്. അതായത് ഈ ഹോസ്റ്റൽ പരിസരത്ത് ലഭിച്ച മൃതശരീരങ്ങൾ, ഇവിടുത്തെ ലോക്കൽസിൻ്റെയും അതുപോലെ ഈ മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും മൃതശരീരങ്ങൾ മാത്രമാണ് ഇപ്പോഴും വിട്ടു നൽകിയിട്ടുള്ളത്. 241 പേരുടെയും മൃതശരീരങ്ങൾ വിട്ടു നൽകാൻ ഇനിയും ഒരുപാട് നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ആദ്യഘട്ടം മാത്രമാണ് DNA സാമ്പിളിങ്ങും പരിശോധനയും. പിന്നീട് അതിൻ്റെ നൽകാൻ കുറച്ചുകൂടി സമയമെടുക്കും. സ്വാഭാവികമാണ്. വളരെ മോശം അവസ്ഥയിലാണ് മൃതദേഹാവശേഷങ്ങളൊക്കെ കണ്ടെത്തിയത്. അതിൻ്റെ DNA പരിശോധനയൊക്കെ പൂർത്തീകരിച്ച് എല്ലാം സ്ഥിരീകരിച്ച ശേഷം മാത്രമേ ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ കഴിയൂ. അവിടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെയും മറ്റുള്ളവരുടെയും ഒക്കെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ കൈമാറുന്നത്.